കാര്യം പറയട്ടെ, ഈ പാട്ടിൽ ഇതൊന്നും കിട്ടുന്നില്ല. എന്ത് കൂലി നമ്മള് കണ്ടില്ലേ? കൂലി കണ്ടതിന് ശേഷം ഈ പാട്ട് കേൾക്കാനുള്ള ഇതുവരെ പോയിട്ടുള്ള എല്ലാവർക്കും കാര്യം പറയാല. എടാ രാവിലെ മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉറങ്ങിയില്ല മരെ. മിനിഞ്ഞാന്ന് നമ്മൾ ഉറങ്ങിയത് മനസ്സിലായി, ഇന്നലെ സ്ട്രീം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉറങ്ങിയില്ല. ഇപ്പം പച്ചക്ക് ഉറങ്ങാണ്ടാ ഉള്ളത് മനസ്സിലാ, ഉറങ്ങാണ്ട് എല്ലയും വന്ന് ഇപ്പം പച്ചയില ഉള്ളത് മനസ്സിലാ. ഉറങ്ങിയിട്ടില്ല കാരണം ഇത് രാവിലെ മുതൽ ഹൈപ്പ് കയറിയിട്ട് ഈ സാധനം കാണാൻ വേണ്ടിട്ട് ഹൈപ്പ് കയറിയിട്ട് ഉറക്കം വരെ കിട്ടാണ്ട് നമ്മൾ കാത്തു തന്നെ പോയി കണ്ട്, സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന പോലെ വൈകുന്നേരം പോയിട്ട് കണ്ട്, വൈകുന്നേരം ടിക്കറ്റ് കിട്ടിയത് എല്ലാവരും ഒരുമിച്ച് പട പോലെ വാനര പടനെയും കൂട്ടിട്ട് പോകുന്ന പോലെ പോയിട്ട് കണ്ട്. സിനിമ കണ്ടപ്പോ ഉറക്കം കിട്ടി. അതാണ് പറയേണ്ടത്. ഉറങ്ങാൻ വരെ വിടുന്നില്ലല്ലോ. ഇത് ഇടക്കിടക്ക് എന്റെ മോനെ എന്തെല്ലാം ആവേശമായിരുന്നല്ലേ. ഇത്രയും വൃത്തിയായിട്ടൊരു പടം എനിക്ക് അറിയില്ല. ഇങ്ങനെ നെഗറ്റീവ് രജനീകാന്തിനെ കുറിച്ചല്ല നെഗറ്റീവ് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ പറയാണ്ടിരിക്കാൻ കഴിയില്ല മോനെ. സംഭവം രജനീകാന്തിന്റെ പ്രശ്നമല്ല. ഇത് എനക്ക് വന്ന് ലോകേഷ് ഹൈപ്പ് വാരി എറിഞ്ഞ് അത്രയും എക്സ്പെക്ടേഷൻ ഇതും ഇങ്ങനെ പൊന്തിച്ച് ബലൂണ് പോലെ ഊതി വീർപ്പിച്ചിട്ട് ഇത് L2 പോലെ ആയത്. L2 എന്ത് എമ്പുരാൻ 2? എടാ എമ്പുരാനിൽ എന്ത് ലെവല് പടമാണ് ഇത് വെച്ച് നോക്കുമ്പോ. ഇതെന്താ എന്ത് സംഭവം? കൂലി ഫുള്ള് കാലിയാണ്, ഒന്നുമില്ല. അല്ല ഇവര് ഡ്രസ് ചേഞ്ച് ചെയ്യാണ്ട് ഇങ്ങോട്ട് കയറണ്ട പറഞ്ഞാലേ സാധനം എല്ലാം എങ്ങനെങ്കിലും സെറ്റ് ചെയ്യണ്ടേ. സാധനം ഒപ്പിച്ചിട്ട് വാ. അപ്പൊ കണ്ടവര് മാത്രം പറ, വെറുതെ വന്നിട്ട് ടൈപ്പ് ചെയ്യല. കണ്ടവര് മാത്രം ജെന്യുവൻ ആയിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞു. സൗബിനാണ് ഓക്കെ. സൗബിന് ആ ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. സൗബിനാണ് കൂലി മൊത്തമായിട്ട് ക്യാരി ചെയ്തത്. സൗബിന്റെ പടമാണത്. സൗബിന് വില്ലനാണെങ്കിലും സൗബിനാണ് ഈ പടം മൊത്തം ക്യാരി ചെയ്തത്. പെർഫോം ചെയ്തത് സൗബിനുള്ളതുകൊണ്ടാണ് പടം മുന്നോട്ട് പോയത്. കാര്യം പറയല്ല, മൊത്തത്തിൽ ഇതെന്താണ് അമീർ ഖാനെ കൊണ്ടുവന്നത് നമ്മളെ പള്ളീന്റെ ഇപ്പുറത്തുള്ള അമീർ ഖാനെ കൊണ്ടുവന്ന പോലെ കാര്യം. ഒരു ബീഡിയും കൊടുത്തിട്ട് വിട്ട്. ഇതാ സംഭവം. റോളക്സിന്റെ എൻട്രിയെല്ലാം വെച്ച് നോക്കുമ്പോ ഇത് എന്ന് പറഞ്ഞാൽ വെറും 10 പൈസക്ക് കൊള്ളാത്തൊരു സാധനം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ കഴിഞ്ഞ എത്ര ദിവസമായി, ഒരാഴ്ച 2 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്നിട്ട് പറയുന്നത് കൂലിക്കൊണ്ട് ഇങ്ങനെ ഹൈപ്പ് കയറ്റി 14-ാം തീയതിക്ക് കാത്തുനിന്ന് ഉറങ്ങ പോലും ചെയ്യാണ്ട് ഉറങ്ങ പോലും ചെയ്യാണ്ട് പോയിട്ട് കണ്ടേ. നമ്മ വിചാരിച്ച് കൂലി കണ്ട പവറിൽ നേരെ വന്ന് ലൈവ് ചെയ്യാൻ കൂലിന്റെ ഇത് പറയാ. പുള്ളി ഇന്ന് സെലിബ്രേഷൻ ആ മൈൻഡിലല്ല നിന്നത്. ഇത് കണ്ടോടുകൂടി മൂട് പോയില്ലേ. ഇത് എന്ത് ലൊട്ടപ്പടാന്നത്.